ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ്. നേരിട്ട് കാണാൻ നല്ല അടിപൊളിയാണ്. ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഹാപ്പി സ്റ്റോക്കിസ്റ്റ്. ഇന്ന് നമുക്കിതാ ഇതുപോലെയുള്ള ക്യൂട്ടായിട്ടുള്ള ഡ്രോ സ്ട്രിങ് പൗച്ചസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ഇത് ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ. നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ടാൽ ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇത് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ബേസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ സെറ്റാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞ് ഇതുപോലെയുള്ള ഹാർട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെച്ചിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ക്രോഷ്യ പ്രൊജക്ട്സ് എന്തെങ്കിലും ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഈ കളേഴ്സും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് കസ്റ്റമൈസ് ചെയ്ത് മാറ്റാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ കുറച്ച് ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡിൽ 2 കളേഴ്സ് എടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതൊരു പിങ്ക് ആൻഡ് ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് ചെയ്തിട്ടുള്ളത്. രണ്ടും 2 ഫ്ലവേഴ്സാണ് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് അറ്റത്ത് വേണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കുഞ്ഞി ക്രോഷ്യ പ്രൊജക്ട്സ് അറ്റാച്ച് ചെയ്യാം. അതല്ലെങ്കിൽ ഇതുപോലെ ബീഡ്സ് അറ്റാച്ച് ചെയ്യാം. അതല്ലെങ്കിൽ ഇങ്ങനെ ടൈ ചെയ്യാം. അങ്ങനെ ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഡ്രോ സ്ട്രിങ് പൗച്ചിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾക്ക് ഇതിങ്ങനെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് അവർക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ ചെയ്യാം. ഇഷ്ടമുള്ള ഡിസൈനിലും പാറ്റേൺ എന്ന് ഉദ്ദേശിച്ചത് ഇതുപോലെയുള്ള രീതിക്ക് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് കസ്റ്റമൈസ് ചെയ്തിട്ട് കൊടുക്കാം. ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം കൊടുക്കാൻ പറ്റുമല്ലോ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇട്ട് വെക്കാം, അല്ലെങ്കിൽ കോയിൻസ് ഇട്ട് വെക്കാം. അങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ സംഭവമാണ്. ഇത് ഇങ്ങനെയാണ് കേട്ടോ ക്ലോസ് ചെയ്യുന്നത്. ഈ 2 കോഡ് വലിച്ചിട്ടാണ് ഇത് ക്ലോസ് ചെയ്യുന്നത്. ഓപ്പൺ ചെയ്യാൻ ജസ്റ്റ് ഇതാ ഇങ്ങനെ ചെയ്താൽ മതി. കാണാൻ നല്ല അടിപൊളിയാണ്. നേരിട്ട് കാണാൻ നല്ല അടിപൊളിയാണ്. ബിഗിനേഴ്സിന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഈ ട്യൂട്ടോറിയൽ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ശരിക്കും യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അതേപോലെ ഇപ്പോൾ ഒരു ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഹൈപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു കമൻറ്റ് ബാറിൽ കമൻറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതും കൂടെ പറ്റുകയാണെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നമ്മുടെ വീഡിയോസ് കുറച്ചും കൂടി ഒന്ന് റീച്ചായി കിട്ടും. ആൾക്കാർക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നു എന്ന് കാണുമ്പോഴാണ് വീണ്ടും കുറേ വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുക. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇനി നമുക്കിതിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. മെയിനായിട്ട് നമുക്ക് വേണ്ടത് 2 ക്രോഷ്യ ആണ്. ഒന്ന് ബോർഡർ കൊടുക്കാനും ഒന്ന് മെയിൻ പോർഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും. ഇത് രണ്ടും ഞാൻ എടുത്തിട്ടുള്ളത് അക്രിലിക് യാൻസ് ആണ് കേട്ടോ. മീഡിയം വെയിറ്റ് അക്രിലിക് യാൻസ് ആണ്. ഇനി വേണ്ടത് ഒരു ഹുക്കാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4mm ഹുക്കാണ്. കാരണം ഈ ഒരു യാണിൻ്റെ ടാഗിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് 4mm എന്നാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന യാണിൽ യൂഷ്വലി പൊതുവെ അതിൻ്റെ ടാഗിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഏത് ഹുക്കാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഒരു ഹുക്ക് സൈസ് എടുക്കാം. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള സൈസസ് ഏതെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് ഒരു ടേപ്പിസ്ട്രി നീഡിലാണ്. നമുക്ക് യാണിൻ്റെ എൻഡ്സ് വീവിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേപ്പിസ്ട്രി നീഡിൽ ആവശ്യമുണ്ട്. പിന്നെ ഒരു സ്റ്റിച്ച് മാർക്കർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു സേഫ്റ്റി പിൻ ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടത് സിസേഴ്സ് ആണ്. അപ്പം ഇത്രയും മെറ്റീരിയൽസ് ആണ് ബേസിക്കായിട്ട് നമുക്ക് ഇതിന് ആവശ്യമുള്ളത്. ഈ ഒരു ക്രോഷ്യ പ്രൊജക്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ക്രോഷ്യയിൽ ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഒരു ബിഗിനർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ് മാത്രമാണ്. ചെയിൻ സ്റ്റിച്ച്, ഡബിൾ ക്രോഷ്യ, സ്ലിപ്പ് സ്റ്റിച്ച് അതുപോലെയുള്ള ഭയങ്കര ബേസിക് സ്റ്റിച്ചസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചസും ഇല്ലാത്തതുകൊണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്ന ഈ സ്റ്റെപ്പുകൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രോ സ്ട്രിങ് പൗച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ. കളറായാലും അതിൽ വെക്കുന്ന സാധനങ്ങളായാലും ഒക്കെ ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിലും കളറിലും ഒക്കെ നിങ്ങൾക്കത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത്. നിങ്ങൾ ക്രോഷ്യ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പം സ്റ്റിച്ചസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റിച്ചസ് കൺഫ്യൂഷൻ വരിക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രോഷ്യ ബേസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്റ്റിച്ചസും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇൻ കേസ് വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ വരികയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. ഇത് നമ്മൾ ചെയ്യുന്നത് സ്ലിപ്പ് നോട്ട് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. സ്ലിപ്പ് നോട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. യാണ് എടുത്തിട്ട് അതിൻ്റെ ടെയിൽ എൻഡ് നമ്മുടെ ഈ 2 വിരലില്ലേ ആ 2 വിരലിൻ്റെ മേലേക്ക് ഇത്രയും പോർഷൻസ് ഇവിടെ വെച്ചിട്ട് 2 വിരലിൻ്റെ മേലേക്ക് ഇതുപോലെ ഇങ്ങനെ എക്സ് ഷേപ്പിൽ ചുറ്റി കൊടുക്കുക. ഇതുപോലെ
എന്നിട്ട് നിങ്ങളുടെ ഹുക്ക് എടുത്തിട്ട് ആദ്യം ചുറ്റിയ യാണില്ലേ, ഈ യാണിൻ്റെ താഴെ കൂടെ ഹുക്ക് പാസ് ചെയ്തിട്ട് മറ്റേ യാണിൽ ഇങ്ങനെ കൊളുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ സ്ലിപ്പ് നോട്ട്. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് സ്ലിപ്പ് നോട്ട് ഇടാൻ പറ്റും കേട്ടോ. ഇത്രയേ ഉള്ളൂ. ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കി എടുത്താൽ മതി. ഇനി സ്ലിപ്പ് നോട്ട് ഇട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടാസ്ക് ഇത് ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കുക എന്നാണ്. ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്ത് ഞാൻ ഇങ്ങനെയാണ് പിടിക്കാറുള്ളത്. നമ്മുടെ ഈ 3 വിരലില്ലേ, ആ 3 വിരലിൻ്റെ മേലേക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കുക ഇതുപോലെ. ഓക്കെ, എന്നിട്ട് ഈ വിരലിൻ്റെ താഴെ കൂടെ കൊണ്ടുപോയിട്ട് മേലോട്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഈ 2 വിരൽ വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഇത് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾ ഏത് മെത്തേഡാണോ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് യൂസ് ചെയ്യുക. ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, സ്ലിപ്പ് നോട്ട് ഇട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ചെയിൻ സ്റ്റിച്ച് ആണ്. എത്ര ചെയിൻ സ്റ്റിച്ചാണ് ഈ ഒരു ക്രോഷ്യ പ്രൊജക്റ്റിൻ്റെ ബേസിൽ വേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മുടെ ഡ്രോ സ്ട്രിങ് പൗച്ചിന് എത്ര വീതി ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്താണ്. ഇത്രയും വീതി മതി എന്നുണ്ടെങ്കിൽ നമുക്കൊരു 15 ചെയിൻ സ്റ്റിച്ച് ഇട്ടാൽ മതി. ഇനി അതല്ല, നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വീതിയുള്ള ഒരു ഡ്രോ സ്ട്രിങ് പൗച്ചൊക്കെ ഉണ്ടാക്കണം എന്നാണെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ചെയിൻ സ്റ്റിച്ചിൻ്റെ എണ്ണവും കൂട്ടണം. ഓക്കെ, ഇപ്പോൾ ഇതിൽ നമുക്ക് 15 ചെയിൻ സ്റ്റിച്ച് മതി. അപ്പോൾ നമ്മൾ 15 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ഇടാന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹുക്ക് ഇരിക്കുന്നത് യാണിൻ്റെ മുകളിലാണ്. ഇനി ഈ ഹുക്കിനെ നമ്മൾ യാണിൻ്റെ താഴോട്ട് കൊണ്ടുപോകണം ഇതുപോലെ. ഓക്കെ, ഇപ്പോൾ യാൺ ഇരിക്കുന്നത് ഹുക്കിൻ്റെ മുകളിലാണ്. ഇപ്പോൾ യാണാണ് മുകളിലിരിക്കുന്നത്. ഈ ഒരു സംഭവത്തിനാണ് യാൺ ഓവർ എന്ന് പറയാം. ഇങ്ങനെ കൊണ്ടുപോയിട്ട് യാണിനെ മുകളിലോട്ട് കൊണ്ടുപോകുന്നതിനെയാണ് യാൺ ഓവർ എന്ന് പറയാം. ഇങ്ങനെ യാൺ ഓവർ ചെയ്ത് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇനി ഹുക്കിനെ നമുക്ക് പുൾ ചെയ്യണം. അതിനെയാണ് പുൾ ത്രൂ എന്ന് പറയാം. അപ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു യാൺ ഓവർ ചെയ്യണം, ഒരു പുൾ ത്രൂ ചെയ്യണം. അപ്പോൾ യാൺ ഓവർ പുൾ ത്രൂ, ഇതാണ് ഒരു ചെയിൻ സ്റ്റിച്ച്. ഇതുപോലെ നമുക്ക് ഈ ഒരു ക്രോഷ്യ പ്രൊജക്റ്റിൽ 15 ചെയിൻ സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, യാൺ ഓവർ പുൾ ത്രൂ 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഓക്കെ, ഇങ്ങനെ 15 ചെയിൻ സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡബിൾ ക്രോഷ്യയാണ്. ഇങ്ങനെ വെർട്ടിക്കലായിട്ടിരിക്കുന്ന ഈ സ്റ്റിച്ചസ് ആണ് ഡബിൾ ക്രോഷ്യസ്. ഈ ഒരു ഡബിൾ ക്രോഷ്യൻ്റെ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 3 ചെയിൻ സ്റ്റിച്ചിൻ്റെ അത്രയും ഉണ്ടാവും. അപ്പോൾ 3 ചെയിൻ സ്റ്റിച്ചിൻ്റെ ഹൈറ്റ് ഒരുമിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്രയാണ് ഒരു ഡബിൾ ക്രോഷ്യക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അടുത്ത റൗണ്ടിൽ ഫുൾ ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൽ ആദ്യത്തെ 3 ചെയിൻ സ്റ്റിച്ചിന് നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൺസിഡർ ചെയ്യണം. കാരണം അത്രയും ഹൈറ്റ് ആണല്ലോ ഒരു ഡബിൾ ക്രോഷ്യക്ക് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നതിന് പകരം 3 എണ്ണത്തിന് ഒരുമിച്ച് നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൺസിഡർ ചെയ്യാണ്. 3 എണ്ണം എന്ന് പറയുമ്പം നമ്മുടെ ഹുക്കിൻ്റെ അടുത്ത് ഇരിക്കുന്ന ലൂപ്പ് അടക്കം 3 എണ്ണം. ഇതാണ് ഒന്നാമത്തത്, ഇത് രണ്ടാമത്തത്, ഇത് മൂന്നാമത്തത്. ഈ 3 എണ്ണത്തിന് ഒരുമിച്ച് നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ നമ്മൾ അടുത്ത ഡബിൾ ക്രോഷ്യ ഇനി ചെയ്യുന്നത് 4ാമത്തെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ അകത്തോട്ടാണ്. ഡബിൾ ക്രോഷ്യ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ യാൺ ഓവർ ചെയ്തില്ലേ, അതുപോലെ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് യാൺ ഓവർ ചെയ്യാം. എന്നിട്ട് ഈ 3 സ്റ്റിച്ച് വിട്ടിട്ട്, അപ്പോൾ നമുക്ക് 4ാമത്തേലാണ് ചെയ്യാനുള്ളത്, അപ്പോൾ 3 എണ്ണം വിടുക, 1 2 3 എണ്ണം വിട്ട് 4ാമത്തെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഹുക്ക് പാസ് ചെയ്യാം. എന്നിട്ട് യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യാം. അപ്പോൾ നമുക്ക് 3 ലൂപ്പ് ഇരിക്കുന്നത് കാണാൻ പറ്റും നമ്മുടെ ഹുക്കിൻ്റെ മേലെ. അതിൽ ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യാം. എന്നിട്ട് ഇനി വീണ്ടും യാൺ ഓവർ ചെയ്ത് അടുത്ത 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുൾ ത്രൂ ചെയ്യാം. ഇങ്ങനെ ചെയ്ത് 2 യാൺ ഓവർ 2 പുൾ ത്രൂ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ കിട്ടും. ഇതേപോലെ ബാക്കിയുള്ള സ്റ്റിച്ചസിലേക്കും നമുക്ക് എന്ത് ചെയ്യണം, ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇനി ഒന്നുകൂടെ കാണിച്ചു തരാം. ഡബിൾ ക്രോഷ്യ ചെയ്യാൻ ആദ്യം ഒന്ന് ഇങ്ങനെ യാൺ ഓവർ ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിലാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തത്. അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന സ്റ്റിച്ചിലേക്ക് ഹുക്ക് പാസ് ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടെ യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യാം. അപ്പോൾ 3 ലൂപ്പ് ഇരിക്കുന്നത് കാണാൻ പറ്റും. അതിൽ ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യാം. ഇനി അടുത്ത 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ. ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യുക. ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യുക. അടുത്ത 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ യാൺ ഓവർ പുൾ ത്രൂ ചെയ്യുക, യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യുക. ഇതുപോലെ നമ്മൾ എല്ലാത്തിലും ഓരോന്ന് ഇട്ട് കൊടുക്കണം.
ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ എൻഡ് വരെ ചെയ്യാം. ഇപ്പം ഞാൻ എല്ലാ സ്റ്റിച്ചിലേക്കും ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് സ്റ്റിച്ച് എത്തിയിട്ടുണ്ട്. ഇനി ആ ഒരു ലാസ്റ്റ് സ്റ്റിച്ചിലും കൂടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് 13 ഡബിൾ ക്രോഷ്യേസ് കിട്ടും. അപ്പോൾ എണ്ണി നോക്കിയിട്ട് 13 ഇല്ലേന്നുള്ളത് ഉറപ്പുവരുത്തുക. നമ്മൾ ആദ്യം ഡബിൾ ക്രോഷ്യക്ക് പകരം വിട്ട 3 ചെയിൻ സ്റ്റിച്ച് അടക്കം 13. അതാ ഇങ്ങനെ വെർട്ടിക്കലിരിക്കുന്ന ഒന്നാണ് ഡബിൾ ക്രോഷ്യ. 1 2 3 4 5 6 7 8 9 10 11 12 13 ഡബിൾ ക്രോഷ്യേസ് ഉണ്ടാവും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്പേസിലേക്കാണ്. ഇപ്പം ഇങ്ങനെയാണ് ഡബിൾ ക്രോഷ്യ ചെയ്ത് ഇനി റൗണ്ട് ചെയ്ത് ഇങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഡ്രോ സ്ട്രിങ് പൗച്ചിൻ്റെ ഈ ഒരു ബേസ് പോർഷന് കിട്ടുക. ബേസ് പോർഷൻ നോക്കി കഴിഞ്ഞാൽ ലൈൻ പോലെ കാണുന്നില്ലേ, അത് നമ്മൾ ചെയ്ത് ചെയിൻ സ്റ്റിച്ചാണ്. ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ മേലെ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഡബിൾ ക്രോഷ്യ ചെയ്തു. ഓക്കെ, ഇതാണ് ചെയിൻ സ്റ്റിച്ച്. ഇങ്ങനെ ഡബിൾ ക്രോഷ്യ ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ ഇനി നമ്മൾ തിരിച്ചതാ ഇങ്ങനെ ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോകണം. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഫുള്ളൊരു എന്താ പറയുക ഓവൽ ഷേപ്പിലുള്ള ഒരു സംഭവം കിട്ടും. ഇപ്പം എൻഡിലെത്തിയില്ലേ, ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് വർക്ക് ചെയ്യണം. അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം എൻ്റെ ലെഫ്റ്റിലിരിക്കുന്ന ഈ സാധനം നമ്മൾ റൈറ്റിൽ വെക്കാം. എന്നിട്ട് ഈ ഒരു പോർഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ ക്രോഷ്യേസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവസാനം ഡബിൾ ക്രോഷ്യ ചെയ്ത ഈ ഒരു സ്റ്റിച്ചില്ലേ, ആ ഒരു സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്താണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏത് സ്പേസിലേക്കാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ 2 ചെയ്തു. ഇതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഇതിലാണ് ഇനി അടുത്ത ഡബിൾ ക്രോഷ്യ. അത് കഴിഞ്ഞ് ഇതിലേക്ക് അടുത്ത ഡബിൾ ക്രോഷ്യ, അത് കഴിഞ്ഞ് അടുത്തത്, ഇങ്ങനെ ഈ ഒരു സ്പേസിലേക്കാണ് ഇനി ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടി ആദ്യം യാൺ ഓവർ ചെയ്യാം. അപ്പോൾ ഈ സ്പേസിൽ 2 ഇട്ടു. ഇതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഈ ഭാഗം ചിലപ്പോൾ കാണാൻ ഇച്ചിരി ഡിഫിക്കൽട്ടായിരിക്കും. ഈ ഒരു ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, ഇൻസേർട്ട് ചെയ്തു, യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യാം. യാൺ ഓവർ പുൾ ത്രൂ. ഇനി അടുത്ത 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ യാൺ ഓവർ പുൾ ത്രൂ. ഇതുപോലെ ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷ്യ. അപ്പോൾ ഇതിലാണ് ചെയ്തത്. ഇനി അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഈ ഒരു പോർഷനിലേക്കാണ് ചെയ്യേണ്ടത്. ഈ 2 ഇങ്ങനെ റാ പോലെ ഇരിക്കും. ആ 2 റായും കൂടെ കൂട്ടിമുട്ടണ ഭാഗത്തേക്കാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇതുപോലെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാവും കേട്ടോ. കാണുമ്പോൾ ഇച്ചിരി ഒരു ഡിഫിക്കൽട്ടി തോന്നും, കാരണം എവിടേക്കാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ വരും. ചെയ്യുമ്പോൾ റെഡിയാവും. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു റാ, അടുത്ത റാ, ആ 2 റായും കൂടെ കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലം, ഇവിടേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഇതുപോലെ ഇങ്ങനെ എല്ലാത്തിലേക്കും ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അറ്റം വരെ ചെയ്യാം. ഇങ്ങനെ ചെയ്തിട്ട് അറ്റത്തെത്തുമ്പോൾ കാണിക്കാം കേട്ടോ. ഇൻസേർട്ട് ചെയ്യേണ്ട സ്പേസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഈ 2 റായും കൂടെ ഓവർലാപ്പ് ചെയ്യുമ്പം ഒരു സ്പേസ് വരും, ആ സ്പേസിലേക്ക്. ഇനിയിപ്പോൾ ഞാൻ ചെയ്ത് അവസാനത്തെ സ്റ്റിച്ച് വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ എല്ലാ സ്റ്റിച്ചിലേക്കും ഡബിൾ ക്രോഷ്യ ഇങ്ങനെ ചെയ്യാം. ഞാൻ അവസാനത്തേൽ എത്തിയിട്ടുണ്ട്. അവസാനത്തേലും കൂടെ നമുക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ അവസാനത്തേലും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ സ്റ്റിച്ചിൽ 2 ഇട്ടതടക്കം എണ്ണി നോക്കുമ്പം നമുക്ക് 12 കിട്ടും. ഓക്കെ, അപ്പോൾ 12 പോരാ, നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ 13 ചെയ്തത്. അപ്പോൾ ഇവിടെയും 13 ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി അടുത്ത ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടത് എവിടെയെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ആദ്യം ഒരു 3 ചെയിൻ സ്റ്റിച്ച് വിട്ടില്ലേ, അതിൻ്റെ ബേസിലുള്ള ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 13 കിട്ടിയിട്ടുണ്ടാവും. ടോട്ടൽ എണ്ണി നോക്കുമ്പോൾ 13 ഉണ്ടാവും. ഇനി നമുക്ക് ഈ ഒരു ഭാഗം കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് എവിടെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഈ ഡബിൾ ക്രോഷ്യൻ്റെ ടോപ്പിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു 7 പോലെ കാണാൻ പറ്റും. 7 തിരിച്ചെഴുതിയ പോലെ, 7. അപ്പോൾ
അതിൻ്റെ ടോപ്പിൽ ഇതാ ഈ ഒരു സ്റ്റിച്ച് ഇരിക്കുന്നത് കാണാം. ഈ ഡബിൾ ക്രോഷ്യൻ്റെ ടോപ്പിലുള്ള വി പോലെയുള്ള സ്റ്റിച്ച്. ആ സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് കൺഫ്യൂഷൻ വരാൻ, ഈ ഒരു സ്റ്റിച്ച് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇവിടെ ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക സ്റ്റിച്ച് മാർക്കർ ഇട്ട് വെച്ചാൽ മതി. ഞാൻ നെക്സ്റ്റ് റൗണ്ടിൽ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഡബിൾ ക്രോഷ്യൻ്റെ ടോപ്പിലുള്ള ഈ ഒരു സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുകയെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള സ്റ്റിച്ചിലേക്ക് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം യാൺ ഓവർ ചെയ്ത് ആ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ പുൾ ത്രൂ ചെയ്യാം. അപ്പോൾ നമുക്ക് 2 ലൂപ്പ് ഇരിക്കുന്നത് കാണാൻ പറ്റും. അതിൽ ആദ്യത്തെ ലൂപ്പിനെ രണ്ടാമത്തെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുൾ ത്രൂ ചെയ്യാം. ഓക്കെ, ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ആ ഒരു ഭാഗം ക്ലോസ് ചെയ്തു. ഇവിടെയും ഒരു റൗണ്ടായി, ആ ഭാഗത്തും ഒരു റൗണ്ടായി. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈലിൻ്റെ ഇരിക്കുന്നത് താഴെ ആയിരിക്കും. അതിന് നമ്മളിങ്ങനെ അകത്തോട്ട് കൊണ്ടുവന്ന രീതിയിൽ ഇങ്ങനെ തിരിച്ചെടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ചെയ്ത് ഈ എല്ലാ സ്റ്റിച്ചിലേക്കും വീണ്ടും വീണ്ടും ഡബിൾ ക്രോഷ്യ ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഇതിൻ്റെ ഹൈറ്റ് കൂട്ടി കൂട്ടി കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബേസ് പോർഷനാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇത്. ഓക്കെ, ഇനി നമ്മൾ ഈ ബേസിൻ്റെ മേലോട്ട് ഫുൾ ഡബിൾ ക്രോഷ്യ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. സെയിം മെത്തേഡ് തന്നെ. ഈ ഒരു റൗണ്ടിൽ നമ്മൾ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇനിയുള്ള റൗണ്ടുകളിലൊക്കെ ചെയ്യാൻ പോകുന്നത്. അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നേരത്തെ റൗണ്ടിൽ നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യക്ക് പകരം 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തില്ല, അതേപോലെ തന്നെ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സെയിം തന്നെ കേട്ടോ. നമ്മൾ മുന്നത്തെ റൗണ്ട് ചെയ്തതിൽ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഈ ഒരു റൗണ്ടിലും ചെയ്യുന്നത്. ഈ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഈ ഒരു സ്പേസ്, ഈ ഒരു സ്പേസിലേക്കാണ് നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. അപ്പം യാൺ ഓവർ ചെയ്ത് ആ സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ. നേരത്തെ ഇങ്ങനെ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞില്ലേ, അത് ഈ ഒരു ഭാഗത്തോട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഡബിൾ ക്രോഷ്യ ഇങ്ങനെ ചെയ്ത് വരുമ്പം ഈ ലൂപ്പിൽ, ഐ മീൻ ഹുക്കിൻ്റെ അടുത്തിരിക്കുന്ന ലൂപ്പിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന വി സ്റ്റിച്ചില്ലേ, വി പോലെ ഇരിക്കുന്ന സ്റ്റിച്ച്, ആ വി സ്റ്റിച്ചിൻ്റെ 2 ഹാൻഡിലിൻ്റെയും താഴെക്കൂടെ, അപ്പോൾ ഇപ്പം ഇങ്ങനെ വി പോലെ ഇരിക്കുന്നുണ്ടാവും, അതിൻ്റെ 2ൻ്റെയും ഹാൻഡിലിൻ്റെ താഴെക്കൂടെ സ്റ്റിച്ച് മാർക്കർ പാസ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർ മാത്രം ഈ ഒരു സംഭവം ചെയ്താൽ മതി കേട്ടോ. ഇനി അതെല്ലാം സ്റ്റിച്ച് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പേസിൽ ഇപ്പോൾ ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യാം. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നതിൽ ഡബിൾ ക്രോഷ്യ. സ്റ്റിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വി ഷേപ്പ് ഇരിക്കുന്ന ഓരോ സ്റ്റിച്ച്. അപ്പോൾ ഓരോന്നിലേക്കും ചെയ്യാം. ഇനി അടുത്തത് ഇപ്പോൾ ഇതിലാണ് ചെയ്തത്, ഇനി അടുത്തതിലേക്ക്. ഓക്കെ, ഇതുപോലെ ഇങ്ങനെ എല്ലാത്തിലേക്കും ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതിലേക്ക് യാൺ ഓവർ പുൾ ത്രൂ, യാൺ ഓവർ പുൾ ത്രൂ. ഓക്കെ, ഇനി അതിൻ്റെ തൊട്ടടുത്തതിൽ യാൺ ഓവർ പുൾ ത്രൂ, യാൺ ഓവർ പുൾ ത്രൂ. അങ്ങനെ എല്ലാ സ്റ്റിച്ചിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രോ സ്ട്രിങ് പൗച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഡബിൾ ക്രോഷ്യ ഒക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ പറ്റിയൊരു സാധനമാണ് കേട്ടോ. കാരണം നമ്മൾ ഫുൾ ഡബിൾ ക്രോഷ്യ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ കുറേ വട്ടം ചെയ്യുമ്പോൾ നമുക്ക് നല്ലോണം പഠിക്കും. അപ്പം ബിഗിനേഴ്സിന്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബിഗിനേഴ്സിന് ഭയങ്കരമായിട്ട് പറ്റിയിട്ടുള്ള ഒരു ക്രോഷ്യ പ്രൊജക്റ്റാണ് ഈ ഒരു ഡ്രോ സ്ട്രിങ് പൗച്ച്. അപ്പം ഇങ്ങനെ ഓൾ അറൗണ്ട് നമ്മളിങ്ങനെ ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇടയ്ക്ക് ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്തൊക്കെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ വീണ്ടും യാണ് കയ്യിൽ ചുറ്റിയെടുത്ത് ടെൻഷനൊക്കെ അതേപോലെ കറക്റ്റ് ആക്കുക കേട്ടോ. നമ്മൾ ഓവറായിട്ട് ടൈറ്റ് ആക്കുകയും ഇതാക്കേണ്ടതൊന്നുമില്ല. നമ്മൾ എങ്ങനെയാണോ ഇങ്ങനെ നമ്മൾ കറക്റ്റ് ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ അതിനുള്ള ഈ ഒരു സ്റ്റിച്ചിനുള്ള ടെൻഷൻ കറക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഫുൾ വലിച്ച് ടൈറ്റ് ആക്കേണ്ട കാര്യമില്ല സ്റ്റിച്ചുകൾ. ജസ്റ്റ് ഇതാ സാധാ പോലെ എല്ലാത്തിലേക്കും ഇങ്ങനെ ജസ്റ്റ് ലൂസായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഭയങ്കരമായിട്ട് മുറുക്കി ഇങ്ങനെ ടൈറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഞാൻ ഇതുപോലെ ചുറ്റും ചെയ്തിട്ട് എൻഡിലെത്തുമ്പോൾ കാണിക്കാം കേട്ടോ. ഇതുപോലെ ഫുൾ എല്ലാ സ്റ്റിച്ചിലും ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോൾ കാണാം. അപ്പോൾ ഞാൻ എല്ലാ സ്റ്റിച്ചിലേക്കും ഡബിൾ ക്രോഷ്യ ചെയ്ത് ഏകദേശം എൻഡിലെത്തിയിട്ടുണ്ട്. എൻഡിലെത്തി ഈ ഒരു സ്റ്റിച്ചിൽ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക്
2 സ്റ്റിച്ച് കാണാൻ പറ്റും. ഇനി 2 സ്റ്റിച്ചിലേക്കും ഇടാനുള്ളതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഇതിലേക്കാണ് ഇട്ടത്. ഇനി ഈ ഒരു സ്റ്റിച്ച് ഉണ്ട്, പിന്നെ നമ്മുടെ ഈ 3 ചെയിൻ സ്റ്റിച്ചിൻ്റെ റൈറ്റിലിരിക്കുന്ന ഈ ഒരു സ്റ്റിച്ച് ഉണ്ട്. ഈ ഒരു സ്റ്റിച്ചിലേക്ക് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് നമ്മൾ നേരത്തെ റൗണ്ടിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കിയാണ് ഈ ഒരു സ്റ്റിച്ച്. ഈ 3 ചെയിൻ സ്റ്റിച്ചിൻ്റെ ബേസിലിരിക്കുന്നത് ഇതിലേക്ക് വേണ്ട, അതിൻ്റെ തൊട്ട് മുന്നത്തേലേക്ക് വരെ മാത്രമേ ചെയ്താൽ മതി. അപ്പോൾ ഇതായിരിക്കും ലാസ്റ്റത്തത്. ഈ ഒരു ലാസ്റ്റത്തെ എണ്ണത്തിലേക്ക് ചെയ്യുമ്പോൾ തന്നെ ടോട്ടൽ നമുക്ക് 26 എണ്ണം കിട്ടും. അപ്പം നിങ്ങൾക്ക് എണ്ണി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു റൗണ്ട് ഇങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു സ്പേസിലേക്കാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു സ്പേസ് മനസ്സിലാക്കി വെച്ചിട്ട് നമ്മുടെ ഈ സ്റ്റിച്ച് മാർക്കർ അയക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക ആ സ്പേസിലേക്ക്. ഓക്കെ, ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യുക. ഇപ്പോൾ 2 ലൂപ്പ് കിട്ടും. ഇതിൽ ആദ്യത്തെ ലൂപ്പിന് രണ്ടാമത്തെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുൾ ത്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യാം. രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞു. ഇനി തേർഡ് റൗണ്ട് സെയിം തന്നെ. തേർഡ് റൗണ്ടിലും സെയിം തന്നെ 3 ചെയിൻ സ്റ്റിച്ച് ഇടുക, എന്നിട്ട് ഓൾ അറൗണ്ട് ഡബിൾ ക്രോഷ്യ. ഇങ്ങനെ നമ്മൾ എത്ര റൗണ്ടാണോ ചെയ്യുന്നത് അത്രയും റൗണ്ടിൽ സെയിം പാറ്റേൺ ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഡ്രോ സ്ട്രിങ് ഇരിക്കുന്ന ആ ഒരു സ്പേസ്, ഈ ഒരു ഭാഗം, അതിൻ്റെ തൊട്ട് മുന്നത്തെ റൗണ്ട് വരെയാണ് നമുക്കിനി ചെയ്യേണ്ടത്. ആ റൗണ്ട് വരെ നമ്മൾ സെയിം പാറ്റേൺ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു പൗച്ചാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു ഹൈറ്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെ 8 റൗണ്ടാണ് ടോട്ടൽ ചെയ്യേണ്ടത്. 1 2 3 4 5 6 7 8 റൗണ്ട്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളിതിൽ 2 റൗണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 8 റൗണ്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ ബാക്കി സെയിം പാറ്റേണിൽ തന്നെ ചെയ്യാം. നിങ്ങൾക്ക് ഇനിയിപ്പോൾ അതിനേക്കാളും ഹൈറ്റുള്ള ഒരു വലിയ പൗച്ചൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 8 റൗണ്ടിന് പകരം റൗണ്ടിൻ്റെ എണ്ണം കൂട്ടാം. അപ്പം ഇവിടെ നമ്മൾ ആദ്യം ഈ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ 3 ചെയിൻ സ്റ്റിച്ച് ഇടുക. സെയിം തന്നെയാണ് കേട്ടോ, നമ്മൾ ലാസ്റ്റ് റൗണ്ടിൽ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഈ റൗണ്ടിലും ചെയ്യണത്. ഇനി ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന സ്പേസിലേക്ക് ഡബിൾ ക്രോഷ്യ. അപ്പോൾ ഡബിൾ ക്രോഷ്യ ചെയ്ത ഉടനെ ആ വി ഷേപ്പ് ഉള്ളതിൻ്റെ അകത്തേക്ക് സ്റ്റിച്ച് മാർക്കർ ഇട്ട് ലോക്ക് ചെയ്ത് വെക്കുക. ഇനി സെയിം പോലെ ചെയ്യുക, ബാക്കി എല്ലാ സ്റ്റിച്ചിലും ഡബിൾ ക്രോഷ്യ. അതുപോലെ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇതിപ്പോൾ തേർഡ് റൗണ്ടാണ്. തേർഡ് റൗണ്ട് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് 4th 5th 6th 7th 8th അങ്ങനെ 8 റൗണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ അതുപോലെ 8 റൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി കാണാം. ഒന്നുമില്ല, നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ഇടുക, ഫുൾ ഡബിൾ ക്രോഷ്യ ചെയ്യുക, ഇവിടെ എത്തുമ്പം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം, എന്നിട്ട് അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. 3 ചെയിൻ സ്റ്റിച്ച് ഇടുക, ഡബിൾ ക്രോഷ്യ ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ തന്നെ 8 റൗണ്ട് കഴിഞ്ഞിട്ട് ഇനി കാണാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ 8 റൗണ്ടും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ എല്ലാ റൗണ്ടിലും നമ്മൾ ഒരേ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തത്. 3 ചെയിൻ സ്റ്റിച്ച് ഇടുക, പിന്നെ എല്ലാ സ്റ്റിച്ചസിലേക്കും ഡബിൾ ക്രോഷ്യ ഇടുക, അവസാനം സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഈ സംഭവം തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 8 റൗണ്ട് കഴിയുമ്പോൾ ഇത്രയും ഹൈറ്റിൽ ഉള്ള ഒരു സംഭവം കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡ്രോ സ്ട്രിങ്സ് അറ്റാച്ച് ചെയ്യുന്ന ഈ ഒരു സ്പേസ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഇവിടെ ഇങ്ങനെ നമുക്ക് ഹോള് പോലെ സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന സ്പേസിലേക്ക് നമ്മൾ എല്ലാ റൗണ്ട്സിലും ചെയ്ത പോലെ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇനി നമ്മൾ ഒരു ചെയിൻ 1 ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു, ഇനി ഒരു ചെയിൻ 1 ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിൻ്റെ മേലെ ഒരു ചെയിൻ 1 ചെയ്യാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന സ്റ്റിച്ച്, ഈ ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ യാൺ ഓവർ ചെയ്ത് ഈ ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക, എന്നിട്ട് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി നമ്മൾ ഒരു ചെയിൻ 1 ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഹോള് പോലെ ഫോം ചെയ്യും. ഇതേപോലെ നമുക്ക് ഈ ഒരു ഭാഗത്ത് 6 ഹോള് സെറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇനി അതിൻ്റെ തൊട്ടടുത്ത്, ഇപ്പോൾ ഈ സ്റ്റിച്ചിലാണ് ചെയ്തത്, തൊട്ടടുത്തിരിക്കുന്ന സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ. ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെയിൻ 1.
ഓക്കെ, ഇനി അടുത്ത സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തയിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ. ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാം. ഇനി ഒരു ചെയിൻ 1. ഓക്കെ, ഇനി അടുത്ത സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തയിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. എന്നിട്ട് ഒരു ചെയിൻ 1 ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തു, അതിൻ്റെ തൊട്ടടുത്തയിലേക്ക് ഡബിൾ ക്രോഷ്യ. എന്നിട്ട് ചെയിൻ 1 ചെയ്യുക, ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക, അടുത്തയിലേക്ക് ഡബിൾ ക്രോഷ്യ. ഓക്കെ, അപ്പോൾ നമുക്ക് 6 ഹോൾസ് കിട്ടിയിട്ടുണ്ട്. 1 2 3 4 5 6. അപ്പോൾ ഒരു സൈഡിൽ 6 ഹോൾസ് കിട്ടിയിട്ടുണ്ട്. 6 ഹോൾസിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ പൗച്ചിൻ്റെ സൈഡ് പോർഷൻ എത്തും. അപ്പോൾ സൈഡ് പോർഷൻ നമ്മൾ ഇങ്ങനെ ജോയിൻ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊട്ടടുത്ത സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യാണ്ട് അവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇവിടെ ചെയിൻ 1 ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അടുത്തയിലേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ഒരു ചെയിൻ 1 ഇട്ട് കൊടുക്കുക. ഇനി ഒരു ചെയിൻ 1 ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ സാധാ ഇവിടെ എന്താണോ ചെയ്തത് അതേപോലെ റിപ്പീറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ അടുത്ത സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തയിലേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി ഒരു ചെയിൻ 1 ചെയ്യാം. എന്നിട്ട് അടുത്ത സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തയിലേക്ക് ഡബിൾ ക്രോഷ്യ. ഇതുപോലെ അറ്റം വരെ ചെയ്യാം. ഓക്കെ, ഇനി ചെയിൻ 1 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക, അടുത്തയിലേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി ഒരു ചെയിൻ 1 ചെയ്യുക, സ്കിപ്പ് ചെയ്യുക, അടുത്തയിലേക്ക് ഡബിൾ ക്രോഷ്യ. ചെയിൻ 1 സ്കിപ്പ് ചെയ്യുക, ഡബിൾ ക്രോഷ്യ. ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും നമുക്ക് 6 ഹോൾസ് ചെയ്താണ് കിട്ടുക. ചെയിൻ 1, എന്നിട്ട് അടുത്ത സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് ഈ ഒരു സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷ്യ. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇവിടെ 2 സ്റ്റിച്ച് ഒരുമിച്ച് ഇതുപോലെ ഇങ്ങനെ കിട്ടും. ഇനി നമ്മുടെ ഇതിൽ ഈ 3 ചെയിൻ സ്റ്റിച്ച് അല്ലാതെ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഡബിൾ ക്രോഷ്യ, ഇത് നമ്മൾ ആദ്യം ഇട്ട 3 ചെയിൻ സ്റ്റിച്ചാണിത്. അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഡബിൾ ക്രോഷ്യ, അതിൻ്റെ ടോപ്പിലേക്ക് യൂഷ്വൽ ചെയ്യുന്ന പോലെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, കണക്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. 1 2 3 4 5 6. ഇവിടെ ഒരു 6 ഹോൾസും ഇവിടെ 1 2 3 4 5 6 ഇവിടെ 6 ഹോൾസ്, അങ്ങനെ ടോട്ടൽ 12 ഹോൾസ് ഉള്ള ഒരു സംഭവം കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു 9th റൗണ്ട് കഴിഞ്ഞു. ഇനി 10th റൗണ്ടിൽ നമ്മൾ ഇവിടെയൊക്കെ ചെയ്ത പോലെ ഡബിൾ ക്രോഷ്യേസ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഇവിടെ ഇങ്ങനെ ഹോൾസ് ഉള്ളതുകൊണ്ട് കുറച്ചൊരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം എല്ലാ സ്റ്റെപ്പിലും ചെയ്ത പോലെ 3 ചെയിൻ സ്റ്റിച്ച്. ഇനി നമ്മൾ ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന സ്പേസിൽ ആസ് യൂഷ്വൽ ഇവിടെയൊക്കെ ചെയ്ത പോലെ ഈ ഒരു സ്പേസിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഈ സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, yarn over pull through, yarn over pull through. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ഒരു ഹോളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് നെക്സ്റ്റ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. അപ്പോൾ yarn over ചെയ്തിട്ട് ഈ ഒരു സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. സാധാ ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന പോലെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റിച്ചിലേക്ക് yarn over pull through, yarn over pull through, yarn over pull through. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു സ്പേസിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന സ്റ്റിച്ചിലേക്ക് ഇങ്ങനെ സ്പേസിലേക്ക്, പിന്നെ അതിൻ്റെ അടുത്തുള്ള സ്റ്റിച്ചിലേക്ക് അങ്ങനെ ഡബിൾ ക്രോഷ്യ ചെയ്തു പോവുക. ഇനി അടുത്തത് ഈ സ്പേസിലേക്ക് എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന സ്റ്റിച്ച് എന്ന് പറയുന്നത് ഈ വി ഷേപ്പുള്ള സ്റ്റിച്ച്.
ഇനി ഈ സ്പേസിലേക്ക് ഡബിൾ ക്രോഷേ, ഇനി സ്റ്റിച്ചിലേക്ക് ഇങ്ങനെ സ്പേസ് സ്റ്റിച്ച് സ്പേസ് സ്റ്റിച്ച് അങ്ങനെ ഈ ഒരു റൗണ്ട് ഫുൾ നമ്മൾ ഇതുവരെ ചെയ്യാം. നമ്മൾ ഇങ്ങനെ ചെയ്തു വരുന്ന സമയത്ത് സൈഡിലെത്തുന്ന സമയത്ത് ഒരുമിച്ച് 2 സ്റ്റിച്ച് ഇരിക്കുന്നത് കാണാൻ പറ്റും. അവിടെ സ്പേസ് അല്ല ഉള്ളത്, ഇതുപോലെയുള്ള ഹോൾസ് അല്ല ഉള്ളത്, 2 സ്റ്റിച്ച് ആയിരിക്കും. അപ്പോൾ 2 സ്റ്റിച്ചിലേക്കും നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് ഇതാ ഈ ഹോള് കഴിഞ്ഞ് ആ ഒരു സ്റ്റിച്ചിൽ നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്തു. അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന സ്റ്റിച്ചിലും ഇതേപോലെ തന്നെ ഒരു ഡബിൾ ക്രോഷേ യാൺ ഓവർ ചെയ്ത് ചെയ്യാം. ബാക്കിയൊക്കെ സെയിം തന്നെ, സൈഡിൽ മാത്രം ഒരുമിച്ച് 2 സ്റ്റിച്ച് ആയിരിക്കും ഇരിക്കുക. ചെയിൻ സ്പേസ് അല്ല, ഇതുപോലെയുള്ള ഹോളല്ല, 2 സ്റ്റിച്ച് ആയിരിക്കും. അപ്പോൾ 2 സ്റ്റിച്ചിലേക്കും ഡബിൾ ക്രോഷേ ചെയ്യണം. അത് കഴിഞ്ഞാൽ തൊട്ടടുത്തത് ഒരു സ്പേസ് ആണ്, അപ്പോൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം. ഇനി ആസ് യൂഷ്വൽ സ്പേസ് ഹോള് കഴിഞ്ഞാൽ തൊട്ടടുത്തിരിക്കുന്ന സ്റ്റിച്ച്, അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് പിന്നുള്ളത് ഹോളാണ്, അപ്പോൾ അതിലേക്ക് ഡബിൾ ക്രോഷേ. ഇനി നെക്സ്റ്റ് ഈ സ്റ്റിച്ചിലേക്ക് അങ്ങനെ നമ്മൾ എൻഡ് വരെ ചെയ്യണം. ലാസ്റ്റത്തെ ഹോളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ ഹോളിൽ ഡബിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു സ്റ്റിച്ചും കൂടെ ബാക്കിയുണ്ടാവും, അത് മിസ്സായി പോകരുത്, അതിലും നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് ഹോളിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി തൊട്ടടുത്തതാ ഈ ഒരു സ്റ്റിച്ചുണ്ട്, ആ ഒരു സ്റ്റിച്ചിലേക്കും നമ്മൾ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ആസ് യൂഷ്വൽ സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മുടെ ആദ്യത്തെ ഡബിൾ ക്രോഷേൻ്റെ ടോപ്പിലാണ്. ഇത് 3 ചെയിൻ സ്റ്റിച്ചാണ്, അത് കഴിഞ്ഞിട്ട് ഇരിക്കണം ആദ്യത്തെ ഡബിൾ ക്രോഷേൻ്റെ ടോപ്പിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ പോർഷൻസ് ഏകദേശം സെറ്റായി. നമ്മുടെ ഈ പൗച്ചിൻ്റെ ഈ ബേസിക് ആയിട്ടുള്ള എല്ലാം സംഭവം സെറ്റായി. ഇനി ഇത് ബോർഡർ ഇതുപോലെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സിംഗിൾ ക്രോഷേ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു യാണ് ഇനി ആവശ്യമില്ല, ഇനി അടുത്ത കളർ യാണ് എടുക്കാം. അപ്പോൾ നമുക്ക് ഈ യാണ് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു ചെയിൻ 1 ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ടൈറ്റാക്കി കുറച്ച് എൻഡ് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് വലിക്കാം. ഇനി നമുക്ക് ഈ ഒരു എൻഡ് വീവിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീവിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യാൺ നീഡിൽ, ഒരു ടൈപ്പിസ്ട്രി നീഡിലെടുത്ത് അതിലേക്ക് എൻഡ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പാസ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇൻസൈഡ് പോർഷനിലാണ് ഞാനിത് ഹൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് അടുത്തിരിക്കുന്ന ഓരോ സ്റ്റിച്ചിൻ്റെയും ഉള്ളിൽ കൂടെ സൂപ്പർഫിഷ്യലായിട്ട് ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ഒന്ന് താഴോട്ട് അങ്ങനെ പാസ് ചെയ്യാം, ജസ്റ്റ് ഓരോ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഇതാ ഈ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ഹൈഡ് ചെയ്ത് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അഴിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെ സൂപ്പർഫിഷ്യലായിട്ട് ഓരോ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. ഓക്കെ, എന്നിട്ട് അധികം ടൈറ്റ് ആക്കണ്ട, ജസ്റ്റ് പാസ് ചെയ്ത് കൊണ്ടുപോവുക. എന്നിട്ട് ബാക്കി വരുന്ന പോർഷൻസ് കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ഹൈഡായി വീവിനായി. ഇതുപോലെ നമുക്കിതിൻ്റെ അകത്തും ഒരെണ്ണം ഇരിക്കുന്നുണ്ട്, അതും ഇതേപോലെ തന്നെ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഒന്ന് ഹൈഡ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ പൗച്ചിൻ്റെ ബേസിക് സ്ട്രക്ചർ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബോർഡർ കൊടുക്കാം. ബോർഡർ കൊടുക്കാൻ വേണ്ടി ഞാൻ ഡാർക്ക് പിങ്ക് കളറാണ് യൂസ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു സ്ക്രാപ്പ് യാൺസ് മതിയാവും. ഞാനിപ്പോൾ ഒരു ബാക്കി വന്ന യാണാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ നെക്സ്റ്റ് യാൺ എടുത്തിട്ട് ആദ്യം നമുക്കിതിലൊരു ചെറിയൊരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ഇതാ ടൈലിൻ്റെ ഇതുപോലെ പിടിക്കുക, എക്സ് ഷേപ്പിൽ ഇതുപോലെ പിടിക്കുക. എന്നിട്ട് ആദ്യത്തെ യാണിൻ്റെ താഴെ കൂടെ ഹുക്ക് പാസ് ചെയ്ത് വലിക്കുക. അപ്പോൾ സ്ലിപ്പ് നോട്ടായി. ഇനി നമ്മുടെ ഈ ഒരു
പൗച്ചിൻ്റെ ഏതെങ്കിലും ഈ ടോപ്പിലിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഹുക്ക് പാസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് അത് ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കുക. ആ വലിയയാണ് ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഒന്ന് യാൺ ഓവർ ചെയ്ത് ഈ ഒരു ലൈറ്റ് പിങ്കിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം പുൾ ത്രൂ ചെയ്തെടുക്കുക. ഓക്കെ, നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യണത്. എന്നിട്ട് ഈ ആദ്യത്തെ യാണിന് രണ്ടാമത്തെ യാണിൻ്റെ ഉള്ളിൽ കൂടെ പുൾ ത്രൂ ചെയ്യാം. സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്ത് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അതാണ് ഇപ്പോൾ ചെയ്തത്. ഇനി നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ ഈ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ഒരു യാണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ വെക്കുന്നുണ്ട്. കാരണം കൂട്ടത്തിൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് പിന്നെ അവസാനം നമ്മൾ വീണ്ടും ഹൈഡ് ചെയ്യാൻ വേണ്ടി വീവിങ് ചെയ്യാൻ വേണ്ടി നിൽക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പിടിച്ചിട്ട് നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കോർത്ത് പോകാമല്ലോ. അപ്പോൾ സിംഗിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ച്, ഈ അടുത്തിരിക്കുന്ന സ്റ്റിച്ച്, ഇതിലേക്ക് സിംഗിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അതിലേക്ക് ഡബിൾ ക്രോഷ്യ ഒന്നും പോലെ നമ്മൾ ആദ്യം യാൺ ഓവർ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. സിംഗിൾ ക്രോഷ്യക്ക് ഡയറക്റ്റ് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതും കൂടെ കൂട്ടി പിടിക്കുന്നുണ്ട്. ഇൻസേർട്ട് ചെയ്തു. എന്നിട്ട് ഒരു ഇൻസേർട്ട് ചെയ്തതിൻ്റെ ശേഷം യാൺ ഓവർ ചെയ്യാം. നമുക്ക് 2 ലൂപ്പ് കിട്ടുമല്ലോ. ആ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യാം. ഇതാണ് ഒരു സിംഗിൾ ക്രോഷ്യ. ഓക്കെ, ഇതേപോലെ നമുക്ക് എല്ലാ സ്റ്റിച്ചിലേക്കും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തു, യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യാം, യാൺ ഓവർ പുൾ ത്രൂ. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഇങ്ങനെ എല്ലാത്തിലേക്കും ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റിച്ച് വെച്ച് ഞാൻ ഈ ഒരു ഭാഗം ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് ടൈറ്റ് ആക്കി കിട്ടും കേട്ടോ. നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ചുകളൊക്കെ ടൈറ്റ് ആക്കണമെങ്കിൽ ഈ ഒരു കയ്യിൽ ഇങ്ങനെ വലിച്ചാൽ മതി. അപ്പോൾ ഇനി അടുത്തയിലേക്ക് ഇങ്ങനെ ഓൾ അറൗണ്ട് നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാ സ്റ്റിച്ചിലേക്കും സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അവസാനം എത്തുമ്പോൾ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ഇതിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാം, യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യാം. അങ്ങനെ. ഓക്കെ, ഇനി നമുക്ക് ഈ യാണ് കട്ട് ചെയ്യാം. അതിന് മുന്നേ ഒരു ചെയിൻ 1 ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഡ്രോ സ്ട്രിങ് പൗച്ച് സെറ്റായിട്ടുണ്ട്. ഇനി ഈ ഒരു സംഭവം നമുക്ക് നേരത്തെയൊക്കെ ചെയ്ത പോലെ ഹൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഹൈഡ് ചെയ്ത് കൊടുത്താൽ മതി. പിങ്ക് കളർ ആയതുകൊണ്ട് ഞാൻ ഈ മേലത്തെ ടോപ്പ് ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. എക്സ്ട്രാ പോർഷന് കട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഡ്രോ സ്ട്രിങ് പൗച്ചിൻ്റെ ബേസിക് പോർഷൻ സെറ്റായി. ഇനി നമുക്ക് ഈ ഒരു കോഡും കൂടെ സെറ്റാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഈ കോഡ് ചെയ്യാൻ നമുക്ക് 2 എണ്ണം വേണം. ഇതിപ്പോൾ ഈ ഹോളിൻ്റെ ഉള്ളിൽ ഞാൻ 2 കോഡാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 കോഡ് സെറ്റാക്കി എടുക്കണം. ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഓരോ കോഡും സെറ്റാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ യൂഷ്വൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയൊരു ഭാഗം യാണ് എൻഡിൽ വെച്ചിട്ട് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒരു 40 ചെയിൻസ് ഇട്ട് കൊടുക്കണം. 40 ചെയിൻസ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അങ്ങനത്തെ 2 കോഡ് നമുക്ക് സെറ്റാക്കണം. അപ്പം 1 2 3 4 5 6 7 8 40. അങ്ങനെ 40 ചെയിൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്യാം. ഇത്തിരി പോർഷൻ ബാക്കി വെച്ചിട്ട് കട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ 40 ചെയിൻസുള്ള ഒരു കോഡ് സെറ്റാക്കിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ 40 ചെയിൻസുള്ള ഒരെണ്ണം കൂടെ സെറ്റാക്കുക. ഇപ്പോൾ 40 ചെയിൻസുള്ള 2 കോഡ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കോഡിനെ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പൗച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹുക്ക് എടുക്കുക. ഹുക്ക് എടുത്തിട്ട് ഈ ഹോൾസ് ഉണ്ടല്ലോ, ഈ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ഹുക്ക് പാസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യത്തിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത്
മറ്റേതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തെടുക്കുക, എന്നിട്ട് അതിൻ്റെ അടുത്തതിൻ്റെ ഉള്ളിൽ കൂടെ അടിയിൽ കൂടെ പാസ് ചെയ്ത് അടുത്ത കൂടെ പുറത്തെടുക്കുക. അങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ പാസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ പാസ് ചെയ്തിട്ട് ഒരു കോഡ് എടുത്തിട്ട് കോഡ് ഇതിൽ കൊളുത്തി കൊടുക്കുക. ഇങ്ങനെ കൊളുത്തുക, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. ഓക്കെ, ഇനി ഇപ്പോൾ ഇങ്ങനെ ഒരു സൈഡിൽ വലിച്ചെടുത്തു. ഇനി ഇതിനെ നമുക്ക് മറ്റേ സൈഡിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവരണം. ഇനി ഈ സൈഡിൽ ചെയ്യാം. ഇതേപോലെ തന്നെ ഹുക്കിട്ട് കൊടുത്തിട്ട് ഇത് കൊളുത്തിയിട്ട് വലിക്കുക. വലിച്ചാൽ മതി. ഇങ്ങനെ മെല്ലെ വലിച്ചെടുത്താൽ മതി. ഓക്കെ, നമ്മൾ ഒരു കോഡ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് ലെവലാക്കി അതിൻ്റെ രണ്ട് എൻഡും ഒരു സൈഡിലേക്കാക്കി റെഡിയാക്കി വെക്കുക. ഓക്കെ, ഈ കോഡിൻ്റെ രണ്ട് എൻഡും ഈ സൈഡിലാവുന്ന അടുത്ത കോഡിൻ്റെ രണ്ട് എൻഡും ഈ സൈഡിൽ വരണം. ഈ എൻഡിൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ എൻഡിൻ്റെ ഓപ്പോസിറ്റുള്ള എൻഡിൽ കൂടെ ഹുക്ക് നേരത്തെ പോലെ ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അടുത്ത കോഡിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് ഇതിൽ വെച്ച് കൊടുത്തിട്ട് വലിക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്ത് ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. ഓക്കെ, രണ്ടാമത്തെ കോഡിൻ്റെ ഒരു എൻഡ് കിട്ടിയിട്ടുള്ളൂ. മറ്റേ എൻഡും ഇങ്ങനെ ഈ സൈഡിൽ തന്നെ വലിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ ചിലപ്പോൾ നല്ല കൺഫ്യൂഷൻ ആവും. ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. രണ്ട് എൻഡും ഒരു സൈഡിലേക്ക് എത്തിച്ചാൽ മതി എങ്ങനെയായാലും. ഓക്കെ, രണ്ട് എൻഡും ഒരേ ലെവലിലേക്കാക്കി വെക്കുക. ഇനി നമുക്ക് നിങ്ങൾക്ക് ഈ രണ്ട് എൻഡും കൂടെ ഇങ്ങനെ ടൈ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇവിടെ ഇതുപോലെ ബീഡ്സ് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് രണ്ടിൻ്റെയും എൻഡിൽ എങ്ങനെയാണ് ബീഡ്സ് കോർക്കണമെന്നുള്ളത് കാണിച്ചു തരാം. ബീഡ്സ് ഇട്ട് കൊടുക്കാൻ എളുപ്പത്തിന് ഇങ്ങനെ രണ്ടും കൂടെ കൂട്ടി കോർക്കാൻ പറ്റിയ ഹോളുള്ള ബീഡ്സ് ആണെങ്കിൽ അങ്ങനെ കോർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ളത് ചെറിയ ഹോളാണ്. അപ്പോൾ ഞാൻ ഒരു നീഡിൽ, ഇതുപോലത്തെ ഒരു നീഡിൽ ആദ്യം ഈ രണ്ട് യാൺസും കോർത്ത് കൊടുക്കുകയാണ്. രണ്ട് യാണും കൂടെ ഒരുമിച്ച് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഞാനത് ഈ ഒരു ഇതിട്ട് കൊടുത്ത് നോക്കട്ടെ. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇതുണ്ടെങ്കിൽ അങ്ങനത്തതോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ക്യൂട്ടായി തുണിയോടെ ഇതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ എൻഡ് ടൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ടൈ ചെയ്ത് കൊടുക്കുക. രണ്ടും കൂടെ കൂട്ടിയിട്ട് ഓരോന്ന് ഇത് താഴോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രാ പോർഷൻസ് കട്ട് ചെയ്താൽ മതി. ഇതുപോലെ ഈ സൈഡിലും ചെയ്യാം. രണ്ട് സൈഡിലും ഞാൻ ബീഡ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടി ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഫ്ലവേഴ്സോ ഹാർട്ടോ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞി ക്രോഷി ഐറ്റംസ് ഉണ്ടാവില്ലേ, അത് ഒട്ടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ തുന്നി കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെ ഒരു ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കുഞ്ഞി ഈ ഫ്ലവേഴ്സിൻ്റെ നമ്മൾ ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനത്തെ ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അതല്ലെങ്കിൽ ഇങ്ങനത്തെ കുഞ്ഞി ഹാർട്ട്, ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ലോങ് വീഡിയോ.
ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ അത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ഒരു ഹാർട്ട് ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനത്തെ കുഞ്ഞി ഫ്ലവേഴ്സോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുക. തൽക്കാലം ഞാൻ ഈ ഒരു ഫ്ലവറാണ് ഇതിൻ്റെ മേലെ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇതാണ് കുറച്ചും കൂടെ മാച്ച് എന്ന് തോന്നുന്നു. അപ്പോൾ ഏതൊരു നമ്മുടെ ഈ B7000 ഗ്ലൂ വെച്ചിട്ട് ഗ്ലൂ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ തൽക്കാലം ഇതൊന്ന് തുന്നി കൊടുക്കുകയാണ് ഈ യാൺ വെച്ചിട്ട് തന്നെ. ഇതുപോലെ നീഡിൽ ഒരു പീസ് യാൺ കോർത്തിട്ടുണ്ട്. ഇത് സെൻറ്ററിൽ വെച്ചിട്ട് ബാക്ക് പോർഷനിലേക്ക് ഒന്ന് തുന്നി കൊടുത്താൽ മതി. ജസ്റ്റ് ഉള്ളിൽ കൂടെ എടുത്തിട്ട് അങ്ങനെ ഉള്ളിൽ കൂടെ എടുക്കുക. ഓക്കെ, എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റിക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. എന്നിട്ട് എക്സ്ട്രാ പോർഷൻസ് കട്ട് ചെയ്ത് കളയാം. സോ നമ്മുടെ ഡ്രോ സ്ട്രിങ് പൗച്ച് സെറ്റ് ആയിട്ടുണ്ട്. കാണാൻ നല്ല ക്യൂട്ടാണ്. ഇതെങ്ങനെ ക്ലോസ് ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാം. അത് ജസ്റ്റ് അതായത് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി, ക്ലോസ് ആയിക്കോളും. എന്നിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ ഓപ്പൺ ആവും. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഫ്രണ്ട്സിന് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാം. ഉണ്ടാക്കാനും എളുപ്പമാണ്. ഭയങ്കര ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ച് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറ്റിയിട്ടുള്ള സാധനം കേട്ടോ. ഞാനിപ്പോൾ ഇത് തൽക്കാലം വെറുതെ ഇതിട്ടിട്ട് കാണിക്കുകയാണ്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് സർപ്രൈസ് ആയിട്ടൊക്കെ കൊടുക്കാമല്ലോ. അതാകുമ്പോൾ നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളൊരു സാധനമായി അതിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള സാധനമാണ്. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ് ഡ്രോ സ്ട്രിങ് പൗച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസ് അയച്ചു തരാൻ മറക്കണ്ട കേട്ടോ. ഏതൊരു നിങ്ങൾക്ക് ഇമെയിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ ഫോട്ടോസ് അയച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോറി ഇടുകയാണെങ്കിൽ ടാഗ് ചെയ്യാനും മറക്കണ്ട. പിന്നെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.